പരിപാടി ബീഫ് മിക്സർ. അപ്പോൾ നല്ല അടിപൊളി പോത്തിറച്ചി വന്നിട്ടുണ്ട്. ഇതിനെയൊക്കെ നല്ല വൃത്തിയെ കഴുകിയെടുത്തില്ലേ, നല്ല സൂപ്പർ മിക്സർ നമുക്ക് ഉണ്ടാക്കണം. എന്തല്ലേ സുന്ദരനായി അടിപൊളിയില്ലേ പോത്ത്. ഒരല്പം മഞ്ഞപ്പൊടി അല്ലേ, എന്താ സാധനം മതി മതി. ഇനി നമുക്കിതിനെ പിച്ചതുപോലെ ഇടണം, ചെറിയ ചെറിയ പീസാക്കില്ലേ. അങ്ങനെ ഏകദേശം തീരുമാനമായിരിക്കണം. കുറച്ച് മുളക് പൊടി അല്ലേ, ഒരല്പം മഞ്ഞൾപ്പൊടി, എന്താ മതില്ലേ, ചേർത്താലോ. ശുദ്ധമായ വെളിച്ചെണ്ണ കേട്ടോ, കുറേ കേട്ടോ പരത്തിയത്. അതന്നെ ഈ പഠിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ആയതുകൊണ്ട് അങ്ങനെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. മതിയില്ലേ രേഷ? പരത്തി നമ്മൾ വെളിച്ചെണ്ണ നേരത്തെ കളർ മാറിയിട്ട്, അതുകൊണ്ട് വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് ശുദ്ധമായ വെളിച്ചെണ്ണ, കുറച്ചുകൂടെ സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട്. ഇത് കുറച്ച് പൊരികടല നമുക്ക് വറുത്തെടുക്കണം. പെട്ടെന്ന് കളർ മാറട്ടെ. കുറച്ച് നിലക്കടല വറുത്തെടുക്കാം. വെളുത്തുള്ളി തട്ടും, കുറച്ച് ഉള്ളി തട്ടും, കുറച്ച് കറിവേപ്പില,
ഉപ്പ്, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പഞ്ചസാര മതി. നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. എന്താ മണം! വാവ്, അടിപൊളി മിക്സർ. കുറച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബീഫ് മിക്സർ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. അപ്പോൾ നമ്മൾ അല്ലേ കുറേ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒത്തിരി ഒരു സാധനം കൊണ്ട് മിക്സ് ചെയ്യേണ്ട. ആദ്യം നാച്ചുറൽ ആയിട്ടുള്ള സാധനം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടാ. അടിപൊളിയല്ലേ ഏട്ടാ മോനെ, ഒരു രക്ഷ കേട്ടാ, സൂപ്പർ സാധനം. ഇതിൽ ഉള്ളിയും വെളുത്തുള്ളി സാധനങ്ങൾ കൂടിയിട്ട് എന്താ അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു രക്ഷ. എങ്ങനെ കിട്ടുമോ? നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിട്ടാ. ഇനി ഇതിൽ കുറച്ച് നാരങ്ങ പിഴിഞ്ഞിട്ട് കഴിച്ച് നോക്കണ്ടാ. എല്ലാം ആക്കണ്ട. ബീഫ് ആയതുകൊണ്ടേ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കഴിച്ച് നോക്കാം. ഇത് ശരിക്കും വെറുതെ ഇതിന് അങ്ങനെ ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണല്ലേ. ഇത് അതിൻ്റെ കഥ ഞാൻ ഇപ്പോൾ പറയാം. അത് ടേസ്റ്റ് പറയാം. നാരങ്ങ പിഴിഞ്ഞ വേറെ ടേസ്റ്റ് കേട്ടാ. ഒരു രക്ഷയില്ല. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കണം. ഇത് പക്ഷേ ഞങ്ങൾ 20 കിലോ ബീഫാണ് ഇത് മേടിച്ചത് അല്ലേ. 20 കിലോ ബീഫ് ഉണ്ടായിട്ട് ആകെ 5 കിലോ ഉണ്ടാവും ബാക്കി അല്ലേ. അത്രേ ഉള്ളൂ. അപ്പം ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രോസസ്സ് കടല സാധനങ്ങൾ കൂടി വരുമ്പോൾ നല്ല എക്സ്പെൻസീവായിട്ട് മിക്സറാണ്. സംഭവം ഒരു രക്ഷയില്ല, അടിപൊളി. ഇത് കട്ട ഞാൻ കൂടിയിടാ. ഈ വൈകുന്നേര സമയത്ത് അല്ലേ ഒരു വെറൈറ്റി മിക്സർ. ഇത് കഴിച്ചിട്ടുണ്ട് ഇതുവരെ? ഇത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം. കടയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റില്ല. സാധനം എവിടെ ഞാൻ കണ്ടില്ല കേട്ടാ. ഇത് നമ്മളൊന്ന് പരീക്ഷണം നടന്നു നോക്കല്ലേ. വെറുതെ സാധാരണ മൈദമാവിൻ്റെയും ഇതിൻ്റെ മിച്ചർ കൊടുത്ത് കടലമാവിൻ്റെ മിച്ചർ കൊടുത്ത് കാര്യമില്ല. ആളുകൾ വീട്ടിൽ വിരുന്ന് വരുമ്പോൾ ഇതുപോലെ സ്പെഷ്യൽ ഉണ്ടായി കൊടുക്കും. അത്ര ടേസ്റ്റ് ശരി കേട്ടാ. നാരങ്ങ പിന്നെ ഒരു രക്ഷയില്ല. ഇത് അധികം ഇല്ല കേട്ടാ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രതീഷിൻ്റെ വീട്ടിൽ കുറച്ച്, എൻ്റെ വീട്ടിൽ കുറച്ച്, എൻ്റെ വീട്ടിൽ കുറച്ച് കൂടുതൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കട്ടെ. ഞങ്ങൾ ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കും. എല്ലാവരും മറ്റേ ടേസ്റ്റ് അനുഭവിക്കട്ടെ. കാരണം ഇങ്ങനത്തെ സാധനം കിട്ടില്ലല്ലോ അല്ലേ. സംഗതി അപ്പോൾ ഇത് പതുക്കെ അല്ലേ. ഇത് സമാധാനത്തിൽ ശരിക്കും കാപ്പി കൊടുക്കുന്ന മൂഡിൽ കഴിക്കുന്ന സാധനം ഉണ്ടാ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും പതുക്കെ കാപ്പി കൊണ്ട് ഞങ്ങൾ പതുക്കെ കഴിച്ചുകൊണ്ട് കേട്ടാ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നമ്മുടെ കൂട്ടുകാരിലേക്ക് എത്തി. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ എത്തിച്ചേരുന്നത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ വീണ്ടും കാണാം. ബൈ.